പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവർക്കും വീണ്ടും ഗ്ലോറി ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ആമേൻ ഹാർദവമായ സ്വാഗതത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജെറിൻ ആൻ്റണിയാണ്. ആ പ്രിയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ തിരുവചനത്തിലോട്ട് നീങ്ങുകയാണ്. പരിശുദ്ധാത്മാവെ, ഞങ്ങളിപ്പോൾ തന്നെ പ്രിയ ജെറിൻ ആൻ്റണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുഞ്ഞ് കർത്താവെ ഈ മിനിസ്ട്രിയിലേക്ക് സ്പോൺസർ ചെയ്തപ്പോൾ കർത്താവെ ആമേൻ ഈ വചനത്തെ ലോക രാജ്യങ്ങളിൽ എത്തിക്കുവാൻ ആമേൻ ഒരു ഭാഗമായി നിൽക്കുമ്പോൾ ആമേൻ അപ്പാ ഹല്ലേലൂയ, ആ കുഞ്ഞിനെ ആമേൻ അനുഗ്രഹിക്കണം, പഠനത്തെ ബ്ലസ് ചെയ്യണം, ആയിരിക്കുന്ന സ്ഥലത്ത് കർത്താവേ ആമേൻ സമൃദ്ധി ഉണ്ടാകണം, വിജയമുണ്ടാകണം, കൈ തൊടുന്നതൊക്കെ സാധിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അതിൻ്റെ വഴികൾ, വാതിലുകൾ മുഴുവൻ ഓപ്പൺ ചെയ്യണം. ആ കുഞ്ഞിൻ്റെ കുടുംബത്തെ ദൈവം അത്യന്തം അത്ഭുതമായി നടത്തണം. അപ്പോസ്റ്റോലിക് ബ്ലെസ്സിങ്ങുകളെ ഇപ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ മേൽ ഞങ്ങൾ വിതരണം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടണം. തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് വീണ്ടും ആമേൻ ഈ പ്രോഗ്രാമുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് തന്ന നല്ല സാവകാശത്തിനായിട്ട് നന്ദി പറയുന്നു. ആദ്യം തന്നെ ഞങ്ങളൊരു അനൗൺസ്മെൻറ്റ് പറയുകയാണ്. നമ്മുടെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ്, ഒരു ഡെലിവറൻസ് മീറ്റിംഗ് നാളെ മാർച്ച് 20 പുല്ലാട് വെച്ച് നടക്കുകയാണ്. നിങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ മെസ്സേജ് അയച്ച് പേരുകൾ രജിസ്റ്റർ ചെയ്യുമെങ്കിൽ നിങ്ങൾക്കും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാം. അതിൻ്റെ പോസ്റ്ററാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതൊരു ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. നിങ്ങൾ നിരന്തരമായി ആമേൻ രോഗത്താൽ, ഭാരത്താൽ, പലവിധമാകുന്ന അസ്വസ്ഥതകളാൽ ഒരുപാട് നാളുകൾ ഓവർ ഇങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ മീറ്റിംഗ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ മീറ്റിങ്ങിന് കടന്നു വരാൻ ഉള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളത് അയച്ചു തരുന്നതായിരിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതൊരു 1 ഡേ മീറ്റിംഗ് ആണ്. രാവിലെ 9 തൊട്ട് വൈകിട്ട് 6 മണി വരെ ആമേൻ ഇവിടെ പുല്ലാട് വെച്ച്, പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ള പുല്ലാട് വെച്ച് നടക്കുകയാണ്. ആ മീറ്റിങ്ങിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം അതിൽ നിങ്ങളെ വിടുവിക്കും. നമ്മളിന്ന് നേരെ തിരുവചനത്തിലോട്ട് നീങ്ങുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഗ്ലോറിക്കകത്ത് ഫ്രീഡം ഉണ്ട് എന്നുള്ളൊരു സബ്ജക്റ്റാണ്. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അസാധാരണമായ ഫ്രീഡം ഉണ്ട്. ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചു, നമ്മൾ ആത്മപൂർണരായി ജീവിക്കണം. അതാണ് മഹത്വത്തിൻ്റെ തലം. അതുപോലെ തന്നെ ഹല്ലേലൂയ, നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് മഹത്വത്തിൻ്റെ തലത്തിൽ ആത്മാവിൽ നമ്മൾ സഞ്ചരിക്കുമെങ്കിൽ നമുക്ക് ഫ്രീഡം ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ നമ്മുടെ സഭകളിൽ പലയിടത്തും എടുത്ത് പരിശോധിച്ചപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഡെലിവറൻസ് ആണ്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഡെലിവറൻസ് ഇപ്പം നമ്മൾ നാളെയും ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ആണല്ലോ നടത്താൻ പോകുന്നത്. ആ ഡെലിവറൻസ് എന്ന് പറയുന്നത് ഒരു ആരംഭം മാത്രമാണ്. ആ ഡെലിവറൻസിന് ശേഷം നിങ്ങൾ കയറേണ്ട ഒരു പൊസിഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ഫ്രീഡം. ഹല്ലേലൂയ. ഡെലിവറൻസ് ഒരു ആരംഭമാണ്, ഫ്രീഡമാണ് അതിൻ്റെ ക്ലൈമാക്സ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഞങ്ങൾ ഡെലിവറൻസ് മാത്രം ഫോക്കസ് ചെയ്യാതെ ആ ഡെലിവറൻസ് കിട്ടിയ വ്യക്തിയെ ഞങ്ങൾ ഗ്ലോറി തലത്തിലോട്ട് പ്രവേശിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മഹത്വത്തിൻ്റെ തലത്തിൽ, ഫ്രീഡത്തിൽ ചലിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ സഭകളിൽ ഞാൻ എടുത്ത് പരിശോധിച്ചപ്പോൾ ഹല്ലേലൂയ, എല്ലാ ആഴ്ചയും അവർ ചിന്തിക്കുന്ന അവർ കെട്ടിലാണ്, ബന്ധനത്തിലാണ്, പോരിലാണ്, പോരാട്ടങ്ങളിലാണ്. ആമേൻ. ഹല്ലേലൂയ. എല്ലാ ദിവസവും കൈ അടിക്കുന്നു. ആമേൻ. ആ ബന്ധനങ്ങളെ പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. അത് അല്ല നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം. ഹല്ലേലൂയ. അതിനെ ഫ്രീഡം എന്ന് വിളിക്കാനായിട്ട് സാധിക്കത്തില്ല. ഹല്ലേലൂയ. എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് ഡെലിവറൻസിൻ്റെ ആവശ്യം ഇല്ല. ഹല്ലേലൂയ. ഒറ്റയടിക്ക് ആമേൻ ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് നിങ്ങളെ സ്വതന്ത്രമാക്കി കഴിഞ്ഞാൽ, ഡെലിവർ ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഫ്രീഡത്തിൽ നടക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ആമേൻ മഹത്വത്തിൻ്റെ അകത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. മഹത്വത്തിൻ്റെ തലത്തിൻ്റെ അകത്ത് ആമേൻ അസാധാരണമായ രീതിയിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. ഹല്ലേലൂയ. എത്ര പേര് അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നമുക്ക് 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. 2 കൊരിന്ത്യ ലേഖനം, ഹല്ലേലൂയ, അതിൻ്റെ 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 3:17 ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: Now the Lord is the Spirit, and where the Spirit of the Lord is, there is freedom.
എത്ര പേര് എൻ്റെ കൂടെയുണ്ട്? ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവിടെ എഴുതിയിരിക്കുകയാണ്, 2 കൊരിന്ത്യർ 3:17 എഴുതിയിരിക്കുകയാണ്, ദൈവം ആമേൻ കർത്താവ് ആത്മാവാകുന്നു, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. ഹല്ലേലൂയ. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെ പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയും പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയും തമ്മിൽ ഒരു താരതമ്യം ചെയ്തിട്ട് ആമേൻ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ മഹത്വത്തിൻ്റെ ശുശ്രൂഷയാണ്, മഹത്വകരമായ ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയ്ക്കകത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഫ്രീഡം എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹല്ലേലൂയ, നമുക്ക് സ്വതന്ത്രമായി ദൈവത്തിൻ്റെ ഹിതത്തിൽ ആമേൻ അസാധാരണമായി ഹല്ലേലൂയ ജീവിക്കാൻ കഴിയുന്നതാണ് ആമേൻ ഫ്രീഡം. പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, ദുഷ്ടാത്മാക്കളുടെ ആമേൻ ചങ്ങലകൾ ഇല്ലാതെ ആമേൻ ഫ്രീ ആയിട്ട് നമ്മൾ സ്വതന്ത്രമായിട്ട് ദൈവത്തെ അനുസരിച്ച് സന്തോഷത്തോടെ, സമൃദ്ധിയോടെ, ഉല്ലാസത്തോടെ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന പൂർണ്ണമായ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ച് നിരന്തരം ജയത്തോടെ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം. ഡെലിവറൻസ് ലഭിച്ച ഒരു വ്യക്തി എന്തായാലും സ്വാതന്ത്ര്യം എന്ന സബ്ജക്റ്റിലോട്ട് കയറിയേ മതിയാകത്തുള്ളൂ. ആ ഡെലിവറൻസ് ലഭ്യമായ ഒരു വ്യക്തി ആമേൻ ഫ്രീഡത്തിലേക്ക് കയറിയേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഡെലിവറൻസ് ലഭ്യമായ ഒരു വ്യക്തി ഹല്ലേലൂയ മഹത്വത്തിൻ്റെ തലത്തിലേക്ക് ചലിക്കുമ്പോൾ പിന്നെ അവൻ ചലിക്കുന്നത് ഫ്രീഡത്തിലാണ്. ഹല്ലേലൂയ. ഫ്രീഡത്തിൽ ആമേൻ ഹല്ലേലൂയ. പിന്നെ നിങ്ങളെ അസ്വസ്ഥമാക്കുവാൻ ഒരു ഡിമോണിക് പവറിനും സാധിക്കത്തില്ല. പിന്നെ നിങ്ങളെ തോൽപ്പിക്കുവാൻ ആമേൻ ഫ്രീഡത്തിലോട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കുവാൻ ഒരു ദുഷ്ടാത്മ സേനയ്ക്കും സാധിക്കത്തില്ല. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദുഷ്ടാത്മ സേനകൾ നിങ്ങളുടെ ചുറ്റുമുണ്ടാകാം, പക്ഷെ അതിൻ്റെ സർവ്വതന്ത്രങ്ങളുടെയും മുകളിൽ വിജയത്തോടെ, നിരന്തരം വിജയത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതം ഉണ്ട്. പക്ഷെ എനിക്കറിയത്തില്ല നമ്മുടെ സഭകളിൽ എത്ര പേർക്ക് ഫ്രീഡത്തെക്കുറിച്ച് അറിയാം എന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ഞങ്ങളുടെ ഡെലിവറൻസ് മീറ്റിങ്ങുകളിൽ ഞങ്ങൾ ഡെലിവറൻസ് കൊണ്ട് അവസാനിപ്പിക്കാറില്ല. ആ ഡെലിവറൻസ് ലഭിച്ച വ്യക്തിയെ ഫ്രീഡം എന്ന സബ്ജക്റ്റിലോട്ട് നമ്മൾ കയറ്റുകയാണ്. അതാണ് മഹത്വത്തിൻ്റെ തലം. ആ തലത്തിൽ നിങ്ങൾ വാഴ്ചകളെയും അധികാരങ്ങളെയും നിരന്തരം ഫൈറ്റ് ചെയ്ത് ആമേൻ ഹല്ലേലൂയ അതുമായിട്ട് ഹല്ലേലൂയ യുദ്ധം ചെയ്ത് അതിന് കീഴ്പ്പെട്ടു പോകുന്ന ഒരു ജീവിതമല്ല. നിങ്ങൾ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അത്യന്തം മീതെ നടക്കുന്ന ഒരു ജീവിതത്തിൻ്റെ പേരാണ് ഫ്രീഡം. ഹല്ലേലൂയ. ഞാൻ ക്രിസ്ത്യാനികളെ പരിശോധിച്ചപ്പോൾ, ഞാൻ സഭകളെ പരിശോധിച്ചപ്പോൾ അവരുടെ അടുക്കൽ എന്ന് ചെന്നാലും അവർ പറയുന്നത് ഞങ്ങൾ പോരാട്ടത്തിൻ്റെ കീഴിലാണ്. ബ്രദറെ ഞങ്ങൾക്ക് എന്തോ കെട്ടുണ്ട്, ബ്രദറെ ഞങ്ങൾക്ക് എന്തോ ബന്ധനമുണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളെ എന്തോ നിരന്തരം അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിൽ നടക്കാൻ പറ്റുന്നില്ല, ബ്രദറെ ഞങ്ങൾ പാപത്തിൻ്റെ കീഴിലാണ്. ആമേൻ. ആ ജീവിതം ഫ്രീഡം അല്ല. എന്നാൽ യേശു ക്രിസ്തു വന്നത് നിങ്ങളെ സ്വതന്ത്രമാക്കുവാനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഒരു വാക്യം കൂടെ വായിക്കുകയാണ്, യോഹന്നാൻ അതിൻ്റെ 8-ാം അധ്യായം ഹല്ലേലൂയ അതിൻ്റെ 34-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പുത്രൻ സ്വതന്ത്രനാക്കിയാൽ, 36-ാമത്തെ വാക്യം, പുത്രൻ സ്വതന്ത്രനാക്കിയാൽ അവൻ സാക്ഷാൽ സ്വതന്ത്രൻ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ അടിമയാകുന്നു. ഹല്ലേലൂയ. എന്നാൽ പുത്രൻ സ്വതന്ത്രനാക്കിയാൽ അവൻ സാക്ഷാൽ സ്വതന്ത്രനാകുന്നു. എൻ്റെ യേശു വന്നത് നിങ്ങളെ ഹല്ലേലൂയ ജസ്റ്റ് ഒരു ഡെലിവറൻസിലോട്ട് കയറ്റുവാൻ വേണ്ടി മാത്രമല്ല, നിരന്തരം നിങ്ങളെ ജയിപ്പിക്കുന്ന ജീവിതമായ പുത്രത്വത്തിലോട്ട് കയറ്റുവാനാണ്. ഹല്ലേലൂയ. ഒരു അടിമ ഒരു ഭവനത്തിൽ നിൽപ്പാൻ കഴിയത്തില്ല, പക്ഷെ പുത്രൻ എന്നേക്കും ആ ഭവനത്തിൽ നിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ എഴുതിയിരിക്കുകയാണ്, വെരി ട്രൂലി ഐ ടെൽ യു എവരിവൺ ഹു സിൻസ് ഈസ് എ സ്ലേവ് ടു സിൻ. നൗ എ സ്ലേവ് ഹാസ് നോ പെർമനന്റ് പ്ലേസ് ഇൻ ദ ഫാമിലി ബട്ട് എ സൺ ബിലോങ്സ് ടു ഇറ്റ് ഫോർ എവർ. ഒരു അടിമയ്ക്ക് ആ ഭവനത്തിൽ നിരന്തരമായ ഒരു അംഗത്വം ഇല്ല. ഹല്ലേലൂയ. പക്ഷേ ഒരു പുത്രൻ അവിടെ എന്നേക്കും അവൻ അവകാശിയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പുത്രത്വത്തിലേക്ക് ഞാൻ പ്രവേശിക്കണം. ഈ ദിവസങ്ങളിൽ ഞാൻ പ്രവേശിക്കേണ്ടത് പുത്രത്വത്തിലേക്കാണ്. എൻ്റെ അടിമത്തങ്ങളുടെ ചങ്ങലകളെ എൻ്റെ യേശു ബ്രേക്ക്
ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ആഴ്ചയും ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമല്ല നിങ്ങൾ. ഹല്ലേലൂയ. എല്ലാ ആഴ്ചയും പോരാട്ടത്തിൻ്റെ കീഴിലല്ല നിങ്ങൾ. വാഴ്ചകളെയും അധികാരങ്ങളെയും ഓൾറെഡി ആയുധവർഗം വെപ്പിച്ച് യേശു ക്രൂശിൽ പരസ്യ കോലമാക്കിയത് എന്തിനാണ്? നിങ്ങൾക്ക് ഇനി മുതൽ ആത്മാവിൽ നടക്കുവാണെങ്കിൽ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഈ സ്വാതന്ത്ര്യം എന്ന സബ്ജക്റ്റ് കർത്താവ് എന്നെ പഠിപ്പിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതെൻ്റെ ശ്രമത്തിൻ്റെ റിസൾട്ട് അല്ല, ഇത് ആത്മാവ് എന്നിൽ വരുന്നതിൻ്റെ റിസൾട്ടാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തെ മനുഷ്യനാൽ, നിങ്ങളുടെ ആത്മമനുഷ്യനാൽ, മഹത്വത്തിൻ്റെ മനുഷ്യനാൽ നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നിരന്തരം ജയമുണ്ടാകും. ഹല്ലേലൂയ. പാപത്തിൽ നിരന്തരം വീഴാതെ എന്നും ഹല്ലേലൂയ ജയത്തോടെ ജീവിക്കാൻ ആമേൻ ഇടയായി തീരും. ഹല്ലേലൂയ. എല്ലാ ദിവസവും പാപം ചെയ്യുക, ക്ഷമ ചോദിക്കുക, പാപം ചെയ്യുക, ക്ഷമ ചോദിക്കുക, പാപം ചെയ്യുക, ക്ഷമ ചോദിക്കുക. അത് ഗ്ലോറി ലൈഫ് അല്ല. അത് ദൈവം ക്ഷമിക്കത്തില്ലേ ബ്രദറെ? പലരും ചോദിക്കുന്ന ചോദ്യം, ബ്രദറെ ദൈവം എന്നോട് ക്ഷമിക്കുമോ ബ്രദറെ? ദൈവം എന്നോട് ക്ഷമിക്കത്തില്ലേ ബ്രദറെ? ക്ഷമിക്കും. പക്ഷെങ്കിൽ ഓരോ പ്രാവശ്യവും നിങ്ങൾ പാപത്തിൽ വീണ് 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 പോകുമ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ റലത്തിലുള്ള നിങ്ങളുടെ അതോറിറ്റി നഷ്ടമായിക്കൊണ്ടേയിരിക്കും. സ്പിരിച്വൽ റലത്തിൽ പിശാച് പോലും പല ക്രിസ്ത്യാനികളെയും ബിലീവേഴ്സിനെയും വില വയ്ക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഡെലിവറൻസ് അവർക്ക് ഓരോ ദിവസവും ഫാസ്റ്റിംഗ് പ്രയർ നടക്കുമ്പം കെട്ടുപൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർ സ്വാതന്ത്ര്യത്തിൽ നടക്കുന്നില്ല, പുത്രനായി നടക്കുന്നില്ല. അതുകൊണ്ട് പിശാചിനോ ആത്മലോകത്തിനോ അവരെ വിലയില്ല. ഒരിടത്ത് എഴുതിയിരിക്കുകയാണ്, പൗലോസിനെ എനിക്കറിയാം, യേശുവിനെ എനിക്കറിയാം, പക്ഷെ നിങ്ങൾ ആര് എന്ന് സ്കേവയുടെ പുത്രന്മാരോട് ചോദിച്ചതുപോലെ ഹല്ലേലൂയ പല ബിലീവേഴ്സിനോടും ഇന്ന് ദുരാത്മാക്കൾ ചോദിക്കേണ്ടത് നിങ്ങൾ ആര്? ഹല്ലേലൂയ. അവരെ ആരും വില വെക്കുന്നില്ല. കാരണം എന്താണ്? സ്പിരിച്വൽ റലത്തിൽ ഇവർ പാപം ചെയ്യുന്നു, ക്ഷമ ചോദിക്കുന്നു, പാപം ചെയ്യുന്നു, ക്ഷമ ചോദിക്കുന്നു, പാപം ചെയ്യുന്നു, പിന്നെയും വീഴുന്നു, ക്ഷമ ചോദിക്കുന്നു, വീഴുന്നു, എഴുന്നേക്കുന്നു, വീഴുന്നു, എഴുന്നേക്കുന്നു. ഈ ജീവിതമായതുകൊണ്ട് ആത്മലോകത്തിൽ അവർക്ക് വിലയില്ല, ആത്മലോകത്തിൽ അവർക്ക് അതോറിറ്റി ഇല്ല, ആത്മലോകത്തിൽ അവർക്ക് റാങ്കിങ് ഇല്ലാതായി പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് പിന്നെ അവർ പറഞ്ഞാൽ രോഗം മാറത്തില്ല, അവർ കൽപ്പിച്ചാൽ അത്ഭുതം നടക്കത്തില്ല, അവർ കൽപ്പിച്ചാൽ ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നും വീണു എഴുന്നേറ്റും വീണു എഴുന്നേറ്റും വീണു എഴുന്നേറ്റും പോകാനല്ല, നിരന്തരം ഫ്രീഡത്തിൽ ജീവിക്കുവാനായിട്ടാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു നിങ്ങൾ അടിമകളല്ല, എൻ്റെ യേശുവിന് നിങ്ങളെ സ്വതന്ത്രമാക്കാൻ പറ്റും? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഈ സ്വാതന്ത്ര്യം ശ്രമത്തിൻ്റെ ഫലമല്ല എന്ന ആശയമാണ്. ഈ സ്വാതന്ത്ര്യം, ഈ മഹത്വത്തിൻ്റെ ജീവിതം നിങ്ങളുടെ ശ്രമത്തിൻ്റെ ഫലമല്ല, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്നാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പല ക്രിസ്ത്യാനികളും ഇന്നും സ്വാതന്ത്ര്യം ഇല്ലാതെ കിടക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം അവർ ചിന്തിക്കുന്നത് ഈ കൽപ്പനകളെ ഞാൻ എൻ്റെ ജഡമനുഷ്യനെ കൊണ്ട് ശ്രമിച്ചു ജീവിക്കേണ്ട ജീവിതമാണെന്നാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അങ്ങനെ ശ്രമിക്കുന്നവർ നിരന്തരം തോറ്റുകൊണ്ടേയിരിക്കും, നിരന്തരം വീണുകൊണ്ടേയിരിക്കും, നിരന്തരം താളടിയായിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഇന്ന് യേശു പറയുന്നത് നിങ്ങളൊന്ന് കേട്ടെ, പുത്രൻ സ്വതന്ത്രനാക്കിയാൽ അവൻ സാക്ഷാൽ സ്വതന്ത്രനാകും. ഹല്ലേലൂയ. യഹൂദന്മാരോട് യേശുവിന് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. ഹല്ലേലൂയ. നിങ്ങൾ എന്നിലൊന്ന് വസിക്ക്. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാൻ 15:5 മുതൽ എഴുതിയിരിക്കുകയാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാണോ നമ്മുടെ ക്രിസ്ത്യാനികൾ ഇതൊന്ന് മനസ്സിലാക്കുന്നത്? സ്വാതന്ത്ര്യം ആരംഭിക്കുന്നത് ശ്രമം അവസാനിക്കുന്നിടത്താണ്. എന്നിട്ട് ക്രിസ്തുവിൽ ഞാൻ ജയാളിയാണ് എന്ന ബോധ്യത്തിൽ നിങ്ങളൊന്ന് ആരംഭിച്ചു നോക്കിക്കാട്ടെ. സ്വാതന്ത്ര്യം ആരംഭിക്കുകയാണ്. എന്നും വീഴുകയില്ല, എന്നും താളടിയാകത്തില്ല, എന്നും വീണും എഴുന്നേറ്റും ജീവിക്കേണ്ട ആവശ്യമില്ല പ്രിയ കുഞ്ഞെ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ശബ്ദമുയർത്തി നല്ല ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവ് വന്നത് നിങ്ങളെ ജസ്റ്റ് വിടുവിക്കാനായിട്ടല്ല, സ്വാതന്ത്ര്യം നൽകുവാനായിട്ടാണ്. ഹല്ലേലൂയ. ഞാൻ ശിഷ്യന്മാരുടെ ലൈഫും പരിശോധിച്ചു. ഹല്ലേലൂയ. യേശു കൂടെ ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ, ജസ്റ്റ് കൂടെ ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ ശിഷ്യന്മാരെ ഡെലിവറൻസിലൂടെ പൊയ്ക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. തുടർമാനമായിട്ട് ശിഷ്യന്മാർ ഡെലിവറൻസിലൂടെ പൊയ്ക്കൊണ്ടിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമാണ് ശിഷ്യന്മാരുടെ ലൈഫിൽ ഹല്ലേലൂയ ഫ്രീഡം വെളിപ്പെട്ടത്. ഇന്ന് ഞാൻ പ്രവചിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ പരിശുദ്ധാത്മാവ് വന്നത് നിങ്ങളെ ഫ്രീഡത്തിൽ, സ്വാതന്ത്ര്യത്തിൽ നിരന്തരം നടത്താനാണ്. ശിഷ്യന്മാരുടെ ലൈഫിൽ, പത്രോസിന്റെ ലൈഫിൽ നോക്കിക്കാട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ ശിഷ്യന്മാരെ യേശു ഡെലിവർ ചെയ്തുകൊണ്ടിരുന്നു. പത്രോസ് പറയുകയാണ്, യേശുവെ നീ മരിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ യേശു ഉടനെ തിരിഞ്ഞ്, പോ പിശാചേ,
കണ്ടോ, അവിടെ ഡെലിവറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മത്തായിയുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, പോ പിശാചേ, ഹല്ലേലൂയ, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ, യു ഡിഡ് നോട്ട് ഹാവ് ഇൻ മൈൻഡ് ദ കൺസേൺസ് ഓഫ് ഗോഡ് ബട്ട് മിയർലി ഹ്യൂമൻ കൺസേൺസ്. അപ്പോൾ പെട്ടെന്ന് ഒരു പൈശാചിക അറ്റാക്ക് പത്രോസിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. അതിനെ അപ്പോൾ തന്നെ ഡെലിവർ ചെയ്തു. ഹല്ലേലൂയ. ഇങ്ങനെ പക്ഷേ അതിനുശേഷം നമ്മൾ കാണുന്നു പിന്നെയും പത്രോസ് വീഴുന്നു, യേശുവിനെ തള്ളിപ്പറയുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം എല്ലാവരെയും വിളിച്ചുകൊണ്ട് യേശുവിൻ്റെ ക്രൂശ മരണത്തിന് ശേഷം വലയും വഞ്ചിയും എടുത്തുകൊണ്ട് അവർ തിരിച്ച് മീൻ പിടിക്കാൻ പോകുന്നു. നിരന്തരം തോൽവിയുടെ ജീവിതം, തള്ളിപ്പറച്ചലിന്റെ ജീവിതം. ഇന്ന് വീഴും, നാളെ വീഴും, വീണ്ടും എണീക്കും, പിന്നെയും വീഴും, വീണ്ടും എണീക്കും, പിന്നെയും വീഴും. അവസാനം യേശുവിനും ഒന്ന് ചോദിക്കേണ്ടി വരുന്നു, പത്രോസ്, നിനക്ക് എന്നോട് ശരിക്കും പ്രിയമുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നീ എത്ര പ്രാവശ്യം വീണു എഴുന്നേറ്റു ഇങ്ങനെ ജീവിക്കും? ഹല്ലേലൂയ. ഇങ്ങനത്തെ ലൈഫ് ആയിരുന്നു ശിഷ്യന്മാരുടെ ലൈഫ്. ഹല്ലേലൂയ. അവർ പലപ്പോഴും കൈവച്ചു, അത്ഭുതമൊന്നും നടന്നില്ല. വീണു എഴുന്നേറ്റുമാണ് യേശു കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ ജീവിതം നടന്നത്. എന്നാൽ പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ട ദിവസം, അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ ദിവസം, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ, ഇത്രയും നാൾ യേശു കൂടെയായിരുന്നു, പക്ഷേ ഇപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്ന ആ ദിവസം അവർ സ്വാതന്ത്ര്യം എന്ന വിഷയത്തിലോട്ട് കയറി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് എന്നെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഡെലിവറൻസിൽ നിന്ന് ഫ്രീഡത്തിലോട്ട് കയറാൻ പോവുകയാണ്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ കാണുന്നത് ശിഷ്യന്മാർ അസാധാരണക്കാരാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 4:13 എഴുതിയിരിക്കുകയാണ്, ഇവർ ഇങ്ങനെ സാധാരണക്കാരല്ലയോ, ആമേൻ, എന്നിട്ട് ഇവർ ഇത് എങ്ങനെ ചെയ്യുന്നു എന്ന് കണ്ട് ചുറ്റുമുള്ളവർ ആശ്ചര്യപ്പെടുമാറ്, ആശ്ചര്യം കൂറുമാറ്, ആമേൻ, ഹല്ലേലൂയ, ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 4:13 എഴുതിയിരിക്കുകയാണ്, they are unschooled, untrained men. Hallelujah. Then how they are doing all this miraculous work? ഈ അത്ഭുതങ്ങളൊക്കെ ഇവർ എങ്ങനെ ചെയ്യുന്നു എന്ന് കണ്ട്, ആമേൻ, ഇവരുടെ ധൈര്യം കണ്ട് ആശ്ചര്യപ്പെടുമാറ്. ഹല്ലേലൂയ. വലിയ അത്ഭുതങ്ങൾ ആയ മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 4:13 എഴുതിയിരിക്കുകയാണ്, when they saw the courage of Peter and John. ആമേൻ. ഹല്ലേലൂയ. പത്രോസിന്റെയും യോഹന്നാന്റെയും കറേജ് കണ്ടപ്പോൾ, ഹല്ലേലൂയ, അവർ ആശ്ചര്യപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത്? ഹല്ലേലൂയ. അവർ പിന്നെ ഭയത്തിൽ വീണതായിട്ട് എഴുതിയിട്ടില്ല. അവർ പിന്നെ യേശുവിനെ തള്ളിപ്പറഞ്ഞതായിട്ട് എഴുതിയിട്ടില്ല. തള്ളിപ്പറഞ്ഞിട്ട് പിന്നെ ക്ഷമ ചോദിക്കുന്നതായിട്ടല്ല എഴുതിയിരിക്കുന്നത്, തള്ളി പറയാതെ ജീവിച്ചതായിട്ട് എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ വരുന്നതിനു മുൻപ് വരെ അവർ തള്ളിപ്പറയും, പിന്നെയും പത്രോസ് പോയി ക്ഷമ ചോദിക്കും, തള്ളിപ്പറയും, പിന്നെയും പത്രോസ് പോയി ക്ഷമ ചോദിക്കും, തള്ളിപ്പറയും, ക്ഷമ ചോദിക്കും. ഇങ്ങനെ ഒരു ജീവിതമായിരുന്നു. അത് ഫ്രീഡം അല്ല, അത് മഹത്വത്തിൻ്റെ ജീവിതം അല്ല, അങ്ങനെ ഒരു ജീവിതമാകുമ്പോഴാണ് നമ്മൾ നിരന്തരം എവിടെ ഉണ്ട് കെട്ടുപൊട്ടിക്കുന്ന അഭിഷിക്തൻ, എവിടെ ഉണ്ട് അടുത്ത ഫാസ്റ്റിംഗ് പ്രയറിന് പോകുന്ന എതിരാണെന്നല്ല, ഡെലിവറൻസിന് പോകുന്ന എതിരാണെന്നല്ല, പക്ഷെ ഡെലിവറൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രീഡത്തിൽ കയറിയേ പറ്റൂ. കാരണം മഹത്വത്തിൻ്റെ ജീവിതം വീണും എഴുന്നേറ്റും പോകുന്ന ജീവിതമല്ല, അത് ഫ്രീഡത്തിൻ്റെ ജീവിതമാണ്. പിന്നീട് നമ്മൾ ശിഷ്യന്മാരെ കാണുമ്പോൾ അവർ വീണതായിട്ടല്ല കാണുന്നത്, അവർ തോറ്റതായിട്ടല്ല കാണുന്നത്, അവർ നിരന്തരം യേശുവിന് വേണ്ടി എന്നും എല്ലാ ദിവസവും വിജയത്തോടെ, ആമേൻ, അസാധാരണക്കാരായി ജീവിച്ചതായിട്ടാണ് കാണുന്നത്. ശബ്ദമുയർത്തി പറഞ്ഞേ, പരിശുദ്ധാത്മാവിന് എന്നെ അങ്ങനെ ആക്കി തീർക്കാൻ പറ്റും. എൻ്റെ ശ്രമത്തിനല്ല, പരിശുദ്ധാത്മാവിന് എന്നെ ഫ്രീഡത്തിൽ നടത്താൻ പറ്റും. എത്ര പേരത് വിശ്വസിക്കുന്നു? ഇത്രയും മനസ്സിലായവർ ശബ്ദമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ടാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പോൾ ഇന്ന് ബ്രദറെ, എൻ്റെ ലൈഫിൽ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സിമ്പിളാണ് കാര്യം. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ സ്ട്രഗിൾ ചെയ്യുന്ന മേഖലയിലേക്ക് ആത്മാവിനെ ഇൻവൈറ്റ് ചെയ്യണം. ഹല്ലേലൂയ. ആത്മാവിനെ ഇൻവൈറ്റ് ചെയ്യണം. ആ മേഖല വിടുതലായി മാറും. ഹല്ലേലൂയ. ആ മേഖലയിൽ കെട്ടുപൊട്ടി തന്നെ നിങ്ങൾക്ക് നടക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അതിൻ്റെ ഒരു തെളിവ് ഞാൻ നിങ്ങളോട് പഴയ നിയമത്തിൽ നിന്ന് ഒന്ന് എടുക്കുകയാണ്. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം, ഹല്ലേലൂയ, 15-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, As he approached Lehi, the Philistines came towards him shouting, the spirit of the Lord came powerfully upon him. The robes on his arms became
became like charred flax and the bindings dropped from his hands. Hallelujah. ഷിംഷോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ അവനെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അവൻ അഴിഞ്ഞു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഷിംഷോന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ കെട്ടഴിഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ അകത്ത് ആത്മാവ് എപ്പോഴും ഉള്ളതിനാൽ എപ്പോഴും കെട്ടഴിഞ്ഞവരായി നിങ്ങൾക്ക് നടക്കാം. നിങ്ങൾ ഈ മർമ്മം ശ്രദ്ധിച്ച് ഒന്നുകൂടെ പഠിക്കണം. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി പ്രാവശ്യം ഇപ്പോൾ പഠിപ്പിച്ചു കഴിഞ്ഞു. പഴയ നിയമത്തിൽ ആത്മാവ് വന്നും പോയും ആ സാഹചര്യം അനുസരിച്ച് കെട്ടു വീഴുമ്പോഴൊക്കെയാണ് വരുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഫിലിസ്ത്യർ ഹല്ലേലൂയ ശിംശോനെ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് കെട്ടു വീണ് കഴിഞ്ഞപ്പോഴാണ് ആത്മാവ് വരുന്നത്. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിൽ മഹത്വത്തിന്റെ തലത്തിൽ ഇതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾക്ക് 24 മണിക്കൂറും ആത്മപൂർണരായി സഞ്ചരിക്കുവാനുള്ള അധികാരമുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മമനുഷ്യൻ 24 മണിക്കൂറും ആക്റ്റീവായിട്ട് വെച്ചാൽ നിങ്ങളുടെ ആത്മാവിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിന് 24 മണിക്കൂറും നിങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുവാൻ നിങ്ങൾ അനുവദിച്ചാൽ ഹല്ലേലൂയ ഹല്ലേലൂയ കെട്ടുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എത്ര പേർക്ക് മർമ്മം മനസ്സിലായെന്നറിയത്തില്ല. ഇവിടെയാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ആത്മാവ് ആ വിഷയം വന്നു കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നിന്നിൽ എപ്പോഴും ദൈവത്തിന്റെ ആത്മാവുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ 15-ൽ യേശു പറഞ്ഞത്, എന്നേക്കും നിങ്ങളുടെ കൂടി ഇരിക്കേണ്ടതിന് മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്കായിട്ട് അയക്കുന്നു. അപ്പം നിങ്ങളിൽ 24 മണിക്കൂറും ഹല്ലേലൂയ വരുന്നതിന് മുൻപ്, ഫിലിസ്ത്യർ വരുന്നതിന് മുൻപ്, എബൂസ്യർ വരുന്നതിന് മുൻപ്, പോരാട്ടം വരുന്നതിന് മുൻപ്, പോരുകൾ വരുന്നതിന് മുൻപ് തന്നെ നിങ്ങളിൽ ആത്മമണ്ഡലം ആക്റ്റീവാണ്. ഹല്ലേലൂയ. ആത്മപൂർണത ആക്റ്റീവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളിൽ ഒരു കെട്ടും നിൽക്കേണ്ട കാര്യമില്ല ബ്രദറെ. പിന്നെ എന്തുകൊണ്ടാണ് പല ക്രിസ്ത്യാനികൾക്കും കെട്ടു വീഴുന്നത്? സിമ്പിളാണ് കാര്യം. അവർക്ക് ഇപ്പോഴും ആത്മപൂർണത എന്ന തലം അറിയത്തില്ല. അവർ ചിന്തിക്കുന്നത് പഴയ നിയമത്തിലെ പോലെ കെട്ടുവരണം, ഇനി അടുത്ത ഫാസ്റ്റിംഗ് പ്രയർ വരണം കെട്ടഴിക്കാൻ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു ആവശ്യകതയില്ല. ഹല്ലേലൂയ. ഞാൻ ഇത് പറയുന്നത് ഒരു ഇൻഫന്റ് ബിലീവറിനെ സംബന്ധിച്ചുള്ള കാര്യമല്ല. അതായത് ജസ്റ്റ് ക്രിസ്ത്യാനിത്വത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിലീവറിനെ സംബന്ധിച്ചല്ല. ഞാൻ പറയുന്നത് മെച്യൂർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹയർ റലം കാര്യമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. പഴയ നിയമത്തിൽ ആത്മാവ് വിഷയം വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുകയും കെട്ടുകൾ അഴിയുകയും ചെയ്യുന്നത്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിൽ നിന്നിൽ ഓൾറെഡി ആത്മാവിന്റെ പ്രവർത്തനമുണ്ട്. 24 മണിക്കൂറും എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വല്ലഭ ശക്തിയുണ്ട്. ഹല്ലേലൂയ. കൊലോസ്യർ 1:29 എഴുതിയിരിക്കുകയാണ്, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന എത്ര മണിക്കൂറുണ്ട്? ഇതാണ് ഒരു ക്രിസ്ത്യാനി മഹത്വത്തിന്റെ തലത്തിൽ അറിയേണ്ടത്. സ്റ്റേജിൽ കയറുമ്പോൾ മാത്രമാണോ? അതോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ശുശ്രൂഷയുടെ സമയത്ത് മാത്രമാണോ? അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്രൂസൈഡിൽ മാത്രമാണോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വരുന്നത്? ഹല്ലേലൂയ. ചിലർ പറയാറുണ്ട്, ഇന്ന മീറ്റിംഗിൽ ഞാൻ പെട്ടെന്ന് അങ്ങ് ആത്മാവിലായി. ശരിയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്രിസ്ത്യാനിക്ക് 24 മണിക്കൂറും ആത്മാവിൽ നടക്കാനുള്ള അനുവാദമുണ്ട്. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവമക്കളാകുന്നു. പുതിയ നിയമത്തിൽ 24 മണിക്കൂറും നിങ്ങൾക്ക് ആത്മാവിൽ സഞ്ചരിക്കാം എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ഇന്ന് ആദ്യം തിരിച്ചറിയുക. യേശുവിന്റെ നാമത്തിൽ ഒരു പ്രത്യേക മീറ്റിംഗ് വന്ന് കൈയടിക്കാൻ അങ്ങ് തോന്നുമ്പോൾ, ഒരു ഫീലിംഗ് വരുമ്പോൾ മാത്രമല്ല. പിന്നെ അടുത്ത കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചാടുന്നതും തുള്ളുന്നതും മാത്രമല്ല ആത്മാവിൽ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ പുതിയ നിയമ വിശ്വാസികൾക്ക് അറിയാത്ത കാര്യവും ഇങ്ങനൊരു ഓപ്ഷൻ പുതിയ നിയമത്തിൽ ഉണ്ടെന്നുള്ളതാണ്. അവർ ആത്മാവിലാകുക എന്ന് പറഞ്ഞാൽ അതിനെ ഈക്വൽ ചെയ്യുന്നത് ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് തെറിച്ചു പോവുക എന്നത് മാത്രമാണ്. അതല്ല ഫ്രീഡം ലൈഫ്. സൺഡേ സർവീസിൽ 10 തൊട്ട് 12 മണി വരെ വെളിപ്പെടുന്ന ഒരു ചാട്ടവും ഒരു തുള്ളലും അല്ല ഫ്രീഡം. ഹല്ലേലൂയ. 24 മണിക്കൂറും ആത്മാവിൽ നടക്കുന്ന ജീവിതം.
അതാണ് ഫ്രീഡം. അതുകൊണ്ടാണ് ഗലാത്യർ 5:16 പറഞ്ഞത്, ആത്മാവിൽ നടക്കുക. വാക്ക് ഇൻ ദ സ്പിരിറ്റ്. ഡാൻസ് ഇൻ ദ സ്പിരിറ്റ് എന്നല്ല, ക്ലാപ്പ് ഇൻ ദ സ്പിരിറ്റ് എന്ന് മാത്രമല്ല. ആമേൻ. ആത്മാവി കൈയടിക്കുക, ആത്മാവി ചാടുക, ആത്മാവി വീഴുക, ആത്മാവി തെറിച്ചു പോവുക, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇതിലൊന്നും ഞാൻ എതിര് പറയുമല്ല. പക്ഷെ അതിനെല്ലാം മുകളിൽ ഒരു കാര്യം പുതിയ നിയമത്തിലുണ്ട്. അതിനൊക്കെ മുകളിൽ ഒരു കാര്യം പുതിയ നിയമത്തിൽ മഹത്വത്തിന്റെ തലത്തിലുണ്ട്. അതാണ് ആത്മാവിൽ നടക്കുക. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ നടക്കുക. യേശുവിന്റെ നാമത്തിൽ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹാർവസ്റ്റ് ടിവിയിലൂടെ ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ചില ആത്മാവിൽ നടക്കുന്ന തലമുറ എഴുന്നേറ്റ് വരട്ടെ. ഫിലിസ്തീൻ കെട്ടുന്നതിന് മുൻപ് തന്നെ നിന്നിൽ തീ വ്യാപരിച്ചുകൊണ്ടിരുന്നാൽ എവിടെ ഇട്ട് കെട്ടാനാ? കെട്ടിക്കഴിഞ്ഞഴിക്കുന്നത് പഴയ നിയമം. എന്നാൽ കെട്ടുന്നതിന് മുൻപ് തന്നെ കെട്ടഴിക്കുന്ന പവർ നിന്നിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ നിയമം. ഞാൻ പറയാം, പുതിയ നിയമത്തിലെ ഒരു വിശ്വാസിയും പിശാചിന് കെട്ടാൻ പറ്റത്തില്ല. അവൻ കെട്ടു വീഴത്തില്ല യേശുവിൻ്റെ നാമത്തിൽ. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പുതിയ നിയമത്തിൽ ആത്മാവ് വന്നും പോയും നിൽക്കുമല്ല. നിന്നിൽ കെട്ടു വീഴുന്നതിന് മുൻപ്, നിനക്കെതിരെ പിശാച് ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നതിന് മുൻപും നിന്നിൽ ആത്മപ്രവർത്തനമുണ്ട്. ആത്മാവ് എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വല്ലഭ ശക്തിക്ക് ഒത്തവണ്ണം, ഹല്ലേലൂയ, നമ്മളിൽ ബലത്തോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക അവന്റെ ശക്തി. അതൊന്ന് കണ്ടേ, അതൊന്ന് അറിഞ്ഞേ, അതിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേ. എന്നാൽ നിങ്ങൾ ജഡത്തിൽ നടക്കുന്ന മനുഷ്യരാണെങ്കിൽ നിങ്ങൾ പിന്നെയും കെട്ടും, ആമേൻ, കെട്ടു വീഴും. പിന്നെ അടുത്ത ഫാസ്റ്റിംഗ് പ്രയർ വരണം കെട്ടഴിക്കാൻ, ആമേൻ, ഹല്ലേലൂയ. പിന്നെയും കെട്ടു വീഴും, പിന്നെയും എഴുന്നേക്കും, പിന്നെയും വീഴും. എന്നാൽ ഇന്ന് ഈ സായാഹ്നത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ, കെട്ടും അഴിയും ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. അതല്ല പുതിയ നിയമത്തിന്റെ ജീവിതം. ആമേൻ. നിരന്തരം ജയം, നിരന്തരം വിക്ടറി, എപ്പോഴും ജയം, എപ്പോഴും വിക്ടറി. പിശാചിന്റെ മേൽ എപ്പോഴും നടക്കുന്ന ഒരു ജീവിതം, പിശാചിന് ഒരു പ്രാവശ്യം പോലും നിന്നെ കെട്ടാൻ കഴിയാത്ത ജീവിതം. അതാണ് ദ ലൈഫ് ഓഫ് ഫ്രീഡം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്, ഡെലിവറൻസിൽ നിന്ന് ഫ്രീഡത്തിലേക്ക് വാ. ഡെലിവറൻസിൽ നിന്ന് ഫ്രീഡത്തിന്റെ ജീവിതത്തിലേക്ക് വാ. ആമേൻ, ഹല്ലേലൂയ. വിടുതൽ ശുശ്രൂഷയിൽ നിന്നും അടുത്ത് നിങ്ങൾ കയറേണ്ടത് സ്വാതന്ത്ര്യത്തിലേക്കാണ്. വിടുതലിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഹല്ലേലൂയ, ആരെങ്കിലും ബന്ധനത്തിലാണെങ്കിൽ നിങ്ങൾ ഇന്ന് വിടുതലിലേക്ക് വരും. അതിനുശേഷം നിങ്ങൾ മഹത്വത്തിൽ സ്വാതന്ത്ര്യത്തിൽ നടക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ഈ പ്രിയ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ, ബന്ധനങ്ങൾ ഈ സെക്കൻഡിൽ അഴിഞ്ഞു മാറുകയാണ്. ഇവർ ആത്മാവിലാണെങ്കിൽ ഇനിയൊരു കെട്ടും ഇവരെ തൊടത്തില്ല. ഇനിയൊരു പോരാട്ടങ്ങളുടെയും കീഴിലല്ല ഇവർ. ഹല്ലേലൂയ. കെട്ടു വരുന്നതിന് മുൻപേ കെട്ടഴിക്കുന്ന തീ ഇവരിൽ വ്യാപരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് പിശാചിന് ഇവരെ കെട്ടാൻ പറ്റില്ല, മന്ത്രവാദത്തിന് കെട്ടാൻ പറ്റില്ല, ദുരാത്മ മേഖലകൾക്ക് കെട്ടാൻ പറ്റില്ല. ആ ജീവിതത്തിലേക്ക് ഇവർ ഉയർന്നു കയറുവാൻ ഇപ്പോൾ ഇവരുടെ മേൽ ആത്മശക്തിയെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗിൽ നാളെ കടന്നു വരുവാനായിട്ട് ശ്രമിച്ചാട്ടെ. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. ഞങ്ങളുടെ നമ്പറുകളിൽ വിളിച്ച് ആമേൻ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അറിയിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. ആമേൻ.